സഹോദരന്മാരെ, ഇസ്ലാമിൽ വിട്ടുവീഴ്ചക്കുള്ള പ്രാധാന്യം, നമ്മളോട് ആരെങ്കിലും അരുതാത്തത് വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാൻ മനസ്സില്ലാതെ നടക്കുന്നവരാണിന്ന് ഭൂരിപക്ഷം ജനങ്ങളും. എത്രയോ ആളുകൾ ഇന്ന് ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ മുസ്ലിമീങ്ങളാണ്, പരസ്പരം ഒരുപക്ഷെ കുടുംബ ബന്ധുക്കളാണ്, അയൽക്കാരാണ്, അല്ലെങ്കിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നവരാണ്. നിസ്സാരമായ കാരണങ്ങളാൽ തമ്മിൽ തെറ്റിയിട്ട് അത് മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് വഴിമാറി തീരെ ഒരർത്ഥത്തിലുമുള്ള ബന്ധങ്ങളില്ലാതെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത കാര്യമാണ്. വിശ്വാസികൾ പരസ്പരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പിണങ്ങുകയാണെങ്കിൽ 3 ദിവസത്തിലപ്പുറം ആ പിണക്കം നീണ്ടുപോകാതെ ഉടനെ തന്നെ അത് പരിഹരിക്കണം. ആ കൂട്ടത്തിൽ ആരാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത്, വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് ആരാണോ തുടങ്ങിയിട്ട് ആ പിണക്കം തീർക്കാൻ മുന്നോട്ട് വരുന്നതെങ്കിൽ, മുൻകൈയെടുക്കുന്നതെങ്കിൽ അവനാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇത് 3 ദിവസം പോയിട്ട് 3 മാസമല്ല, വർഷങ്ങളോളമായിട്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം പിണങ്ങി നടക്കുകയാണ്. ഒന്ന് പുറത്തു കൊടുക്കുവാൻ, തന്നോട് ചെയ്തിട്ടുള്ള അപരാധങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതൊന്ന് പുറത്തു കൊടുക്കുവാനുള്ള ഒരു മനസ്സെന്തേ മനുഷ്യന് കാണിക്കാൻ സാധിക്കാത്തത്? നോക്കൂ നിങ്ങൾ, ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിശാലമായ മനസ്സ് കണ്ടില്ലേ? സ്വന്തം മകളെ സംബന്ധിച്ച്, അതും റസൂലുള്ളാഹിയുടെ ഭാര്യയെ സംബന്ധിച്ച്, അതും ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയെ സംബന്ധിച്ച് മദീനയിലും പരിസരങ്ങളിലും ഒട്ടാകെ വ്യഭിചാരാരോപണം എന്ന് പറയുന്ന കടുത്ത ദുരാരോപണം നടത്തിയിട്ട് പോലും അള്ളാന്റെ കൽപ്പനയങ്ങ് കേൾക്കുന്ന അതേ സമയത്ത് തന്നെ അല്പം പോലും താമസിയാതെ തൻ്റെ തീരുമാനം പിൻവലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തിന്റെ പിന്നാലെ അനുസരണയോടെ മുന്നോട്ട് നീങ്ങുന്ന നേതാവായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നു. ഈ മാതൃകയാ സഹോദരന്മാരെ നമുക്ക് വേണ്ടത്. ഇത്രയൊന്നും അപരാധങ്ങൾ നമ്മൾ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. എന്നിട്ടും എന്തേ ഇങ്ങനെ പിണക്കം മാറാതെ നിൽക്കുന്നത്? പരസ്പരം പിണങ്ങി നിൽക്കുന്നത് കാരണങ്ങളില്ലാതെ അത്തരത്തിൽ പിണങ്ങി തെറ്റിപ്പിരിഞ്ഞു മാറി നിൽക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർന്നു പോകാതിരിക്കാൻ അത് കാരണമാവുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരാഴ്ചയിൽ 2 ദിവസം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്, എല്ലാവർക്കും പുറത്തു കൊടുക്കപ്പെടുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസിൽ നമുക്ക് ഒരു കാര്യം കൂടെ കാണാം. എല്ലാവർക്കും അന്നത്തെ ദിവസങ്ങളിൽ പുറത്തു കൊടുക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് റബ്ബ് പുറത്തു കൊടുക്കൂല. അവരാരാണ്? അവര് പരസ്പരം പിണങ്ങി തിരിഞ്ഞു നിൽക്കുകയാണ്. അവര് പരസ്പരം മിണ്ടിയിട്ട് കാലങ്ങളായി. എന്തേ? അള്ളാഹ് അനുവദിച്ച നിലക്കുള്ള ഏതെങ്കിലും കാര്യത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിലാണോ ഈ പിണക്കം? അതൊന്നുമല്ല. മറിച്ച് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പിണങ്ങിയിട്ട് എത്രയോ കാലമായി നിൽക്കുന്നവർ അവരുടെ ആഴ്ചകളിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടാതെ പോവുകയാണ്. അതിന് സ്വീകാര്യത കിട്ടാതെ പോവുകയാണ്. എല്ലാവരുടെ കർമ്മങ്ങളും സ്വീകരിച്ച് പുറത്തു കൊടുക്കുന്ന ആ ദിനങ്ങളിൽ പോലും റഹ്മാനായ റബ്ബ് മലക്കുകളോട് പറയും, ഈ 2 ആളുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ കാര്യം ഇപ്പോൾ പരിഗണിക്കാനാവില്ല. കാരണം അവർ പിണങ്ങിപ്പിരിഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ്. അവർ 2 പേരും ഒന്നാവട്ടെ, അവർ 2 പേരും സുൽഹാവട്ടെ എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു വിഷയം ആളുകൾ അകാരണമായി തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന വിഷയത്തിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇപ്പോഴും വിശ്വാസികളോട് സ്വഭാവം പറയുമ്പോഴൊക്കെ അവർ ജനങ്ങളില്ലെന്ന് അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ തങ്ങളോട് ചെയ്തവരോട് ആ വിഷമം മനസ്സിലിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം ആ പിണക്കം തീർത്ത് അവരിൽ നിന്നുണ്ടായിട്ടുള്ള വിഷമങ്ങളൊക്കെ അവർക്ക് പുറത്തു മാപ്പാക്കി കൊടുക്കുന്ന ആളുകളാണ് വിശ്വാസികളെന്ന് ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ ആലു ഇമ്രാനിൽ
134-ാമത്തെ ആയത്തിൽ അല്ലാഹു യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ സ്വഭാവം പറയുമ്പോൾ الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. രഹസ്യത്തിലും പരസ്യത്തിലും അതുപോലെ തന്നെ സന്തോഷാവസരത്തിലും സന്താപഘട്ടത്തിലുമൊക്കെ ചെലവഴിക്കുന്നവരാണ്. അതുപോലെ തന്നെ വൽആഫീന അനിന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ് എന്ന് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവർ ദേഷ്യം ഒതുക്കി വെക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ നല്ലവരെന്നും മുഹ്സിനീങ്ങളെന്നും സുഹൃതവാന്മാരുമെന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. സൂറത്തു ശൂറയിലും നമുക്ക് കാണാം 40-ാമത്തെ ആയത്തിൽ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആര് വിട്ടുവീഴ്ച ചെയ്യുന്നുവോ, അതുപോലെ തന്നെ സുൽഹാകുവാൻ വേണ്ടി സന്ധിയിലാകുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നുവോ, നന്മകൾ പ്രവർത്തിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നുവോ, നല്ല നല്ല പ്രവൃത്തികളിൽ മുന്നേറുവാൻ വേണ്ടി ആര് രംഗത്ത് വരുന്നുവോ ഫഅജ്റുഹു അലല്ലാഹ്, അപ്പോൾ അവനുള്ള പ്രതിഫലം അല്ലാഹുവിങ്കൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചത് ആ സൂറത്തു ശൂറയിൽ 37-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് വഇദാ മാ ഗദിബൂ ഹും യഗ്ഫിറൂൻ, അവർ ദേഷ്യം പിടിച്ചാൽ ആ ദേഷ്യം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നവരല്ല, അവർ പെട്ടെന്നങ്ങ് തണുക്കുന്നവരാണ്, അവർ പുറത്തു കൊടുക്കുന്നവരാണ്. അതുപോലെ സൂറത്തു തഗാബുനിൽ 14-ാമത്തെ ആയത്തിൽ റബ്ബ് ഗൗരവത്തോടെ ഒരു കാര്യം വിശ്വാസികളോട് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലകും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഓ വിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിൽ നിന്ന് തന്നെയും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. സ്വന്തം ഇണകളിലും സ്വന്തം മക്കളിലും പലപ്പോഴും മുഅ്മിനീങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ആ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ നേർരേഖയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യമാരോ ഭർത്താക്കന്മാരോ മക്കളോ ഒക്കെ അതിൻ്റെ മുമ്പിൽ വിലങ്ങുതടിയായി വരികയും ആ നല്ല മാർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുകയും ചെയ്യുന്ന ഘട്ടം വരാറുണ്ട്. അപ്പോൾ ആ ഭാര്യ, ഭർത്താവ്, ആ മകൻ, ആ മകൾ നിങ്ങളുടെ ശത്രുവാണ്. അങ്ങനെ നിങ്ങൾ അവരെ സൂക്ഷിക്കണം. അവരോടുള്ള ഇഷ്ടവും സ്നേഹവും കാരണത്താൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ നിങ്ങൾ കയ്യൊഴിക്കരുത്. അവരോടുള്ള ഇഷ്ടവും വാത്സല്യവും ഉണ്ടായതുകൊണ്ട് റബ്ബിൻ്റെ നിയമങ്ങളോടുള്ള ഇഷ്ടത്തെയും നിങ്ങളുടെ ഈമാനികമായ ബോധത്തെയും നിങ്ങളൊരിക്കലും തള്ളിക്കളയരുത്. റബ്ബിൻ്റെ നിയമത്തിനാണ് വിലയുള്ളത്, റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾക്കാണ് വില കൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിൽ നിന്നും നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകും. അപ്പോൾ നിങ്ങൾ അവരെ സൂക്ഷിക്കണേ. അത് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത് എന്താ? ഇണകളിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ നമുക്ക് പറ്റാത്ത വിധത്തിൽ നമ്മുടെ ആദർശത്തിന് വിരുദ്ധമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് കാണുമ്പോഴേക്ക് നിങ്ങൾ അവരെ ശിക്ഷിക്കുവാനും മർദ്ദിക്കുവാനും ഒന്നും മനസ്സ് കൊടുക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? വഇൻ തഅഫൂ, നിങ്ങൾ മാപ്പ് ചെയ്യുന്ന പക്ഷം, വതസ്ഫഹൂ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന പക്ഷം, വതഗ്ഫിറൂ, നിങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണ ചെയ്യുന്നവനാണ്. അവിടെയും കണ്ടോ, നമ്മൾ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യണം. അത് കുടുംബാംഗങ്ങളോടും അയൽക്കാരോടും ബന്ധുക്കളോടും ജനങ്ങളോടുമൊക്കെ. എല്ലാ മനുഷ്യരും ഒരേ സ്വഭാവക്കാരാവില്ല. പലരുടെയും വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ നമ്മളോട് അനിഷ്ടകരമായ പലതും സംഭവിച്ചിട്ടുണ്ടാകും. ആ സംഭവിച്ചതൊക്കെ മനസ്സിൽ ഇങ്ങനെ കാലാകാലം കൊണ്ട് നടന്ന് മരിച്ചാലും എൻ്റെ മനസ്സിലെ ആ പക തീരില്ല, ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് പോലും അവൻ കാണാൻ വരേണ്ടതില്ല, അവനെ അത് കാണാൻ സമ്മതിക്കരുത്, എനിക്ക് അവനോട് അത്രയും വെറുപ്പാ എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്തും ഞാൻ പൊറുക്കൂല എന്നൊക്കെ വാശി പിടിച്ച് നടക്കുന്ന ആളുകളെ, ധാർഷ്ട്യവും അതുപോലെയുള്ള അഹങ്കാരത്തിൻ്റെ വാക്കുകളൊക്കെ പറയുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും.
സഹോദര, റബ്ബിന്റെ ഒരൊറ്റ ചോദ്യമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് മാറ്റിയത്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങളോട് പൊറുക്കണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാ മറ്റുള്ളവരോട് പൊറുക്കാൻ നമുക്കൊരു മടി? പടപ്പുകൾക്ക് പുറത്തു കൊടുക്കാൻ പടപ്പുകളായ നമുക്ക് മടിയോ? നമുക്കതിന് താമസമോ? നമുക്കതിന് സൗകര്യമില്ലെന്നോ? എങ്കിൽ പിന്നെ രാജാതിരാജനായ ഖാലിഖായ അള്ളാഹു നമ്മളോട് പൊറുക്കണം എന്ന് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുക? അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ് വിട്ടുവീഴ്ച കാണിക്കണം. ആളുകൾ നമ്മോട് ചെയ്തിട്ടുള്ള അപരാധങ്ങൾ പുറത്തു കൊടുക്കണം.